ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഞാൻ ചോക്ലേറ്റ് കേക്ക് ഇതിന് മുമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് എത്രത്തോളം ശരിയാകുമെന്ന് അറിയില്ല, എന്നാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള കൊക്കോ പൗഡർ. നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്, നിറച്ചെടുത്തിട്ടില്ല. ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടെ ചേർക്കാം. 1 നുള്ളു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. കണ്ടോ? ഇനി ഇത് നമുക്കൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം അരിക്കുമ്പോൾ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആകും കേട്ടോ. ഇതിനു മുമ്പ് നമ്മളൊരു റെഡ് വെൽവെറ്റ് കേക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഇട്ടിട്ടുണ്ട്. അത് ഇതുപോലെ 3 പ്രാവശ്യം അരിച്ചു കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അവിടെ ചേർത്ത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ഇതേ ടേബിൾ സ്പൂൺ അളവിൽ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. മെലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാൽ കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചൂടുള്ള പാൽ ചേർക്കാൻ പറഞ്ഞത് നമ്മുടെ ഈ ചോക്ലേറ്റ് പെട്ടെന്നൊന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് നമ്മൾ 2 ടേബിൾ സ്പൂൺ തിളച്ച പാലിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് 3 മുട്ട ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇലക്ട്രിക് ബീറ്ററാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 3 മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ മുട്ടയുടെ മണമൊക്കെ ഒന്ന് പോകാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നിറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് 2 ടേബിൾ സ്പൂണും പഞ്ചസാര എടുത്ത് പൊടിച്ചപ്പോൾ ഒരു 1/2 കപ്പും അതിലേറെ ഒരു അല്പം 2-3 ടേബിൾ സ്പൂണും അധികം കിട്ടിയിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ അത് നമുക്ക് പൗഡർ ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പകുതി പകുതി വീതം കുറച്ച് വീതം ഇട്ടിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോയിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ലൂസായി പോകും. ഇനി നമ്മൾ ചോക്ലേറ്റിൻ്റെ ഇത് സിറപ്പല്ല, നമ്മൾ ചോക്ലേറ്റ് ഒന്ന് പാലിൽ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് വീതം ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് കുത്തി ഉടക്കാതെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഞാനൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് 3 പ്രാവശ്യം ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി ആവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഓവർ മിക്സ് വേണ്ട. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ വെക്കേണ്ട, അപ്പം തന്നെ നമുക്ക് കേക്കിംഗ് ട്രേയിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു പാത്രം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മിക്സിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ഓവൻ ഇവിടെ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാത്രം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 35 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിക്കൊണ്ടു ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിരുന്നു കേട്ടോ. 30 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ കേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം. അപ്പം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു പകുതി മുക്കാൽ ചൂട് പോയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. നമ്മളിതിപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ലേശം ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. ചോക്ലേറ്റ് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റാണ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ല വിപ്പിംഗ് ക്രീം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി കിട്ടും കേട്ടോ. ഫ്ലെയിമൊക്കെ ഓഫാക്കിക്കാണ്. കണ്ടോ, നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ നല്ല തുടച്ച് ക്ലീനായ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. ഞാൻ റിച്ചിൻ്റെ ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ല. അത് ഓൾറെഡി മധുരമുള്ളതാണ്. ഞാനൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം.
ആദ്യം ലോ സ്പീഡിൽ, പിന്നീട് നമ്മൾ നന്നായിട്ട് സ്റ്റിഫായി വരുന്ന സമയം വരെ ലാസ്റ്റിൽ ഹൈ സ്പീഡിൽ ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഒരല്പം ചോക്ലേറ്റ് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂട് ആറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ചോക്ലേറ്റിൻ്റെ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് 2 പോർഷനായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് 3 എണ്ണം ആക്കാം. ഞാനിപ്പോൾ ഇത് 2 എണ്ണതേ ആക്കുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക്, ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ചേർക്കണം. ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്തി ആകും. അങ്ങനെ ഒരു പേടിയായിട്ടാണ് ഞാൻ ഒന്നും എടുക്കാഞ്ഞത്. ഷുഗർ സിറപ്പ് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കാൻ. ഞാൻ ഈ കുപ്പിയുടെ അടപ്പിൽ ഒരല്പം 2 ഓട്ട ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കേക്കൊന്ന് നനഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഈ കേക്ക് കണ്ടിട്ട് നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിച്ചേരിയത് കേട്ടോ. എനിക്ക് വയ്ക്കണ മാതിരി കുട്ടികളുടെ ഒരു ആഗ്രഹത്തിന് അങ്ങനെ ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുകയാണ്. ഇതിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം മാക്സിമം വയ്ക്കണ മാതിരി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളൊരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ച സമയത്ത് ഞാനിതാ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനൊന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് സൈഡിൽ കൂടെയൊക്കെ തള വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അതേപോലെ തന്നെ ഒരു 3/4 കപ്പ് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് കിട്ടാനാണ് ഇത് ചേർക്കുന്നത്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ആ ചൂടിൽ നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായ ചൂടിൽ കിടന്നിട്ട് ബട്ടർ നന്നായിട്ട് ഉരുകി വരും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്താണ് വെച്ചിരുന്നത്. ഇനി നമ്മളിവിടെ ഗനാഷ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയത് ഇതിവിടെ ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട്, കൈകൊണ്ട് തൊടാവുന്ന ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഗനാഷ് ഒഴിച്ച് ഒരുവിധമൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. എത്രയൊക്കെ ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. പിന്നെ ഞാനിത് ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ എടുത്തതിന് ശേഷം ചെറിയൊരു ഡെക്കറേഷനൊക്കെ സൈഡിൽ കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ ഈ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.